ആവശ്യട്ടാ പറയൂ. നമ്മളെ സിനിമ ഇറങ്ങൂലേ, പുതിയ പുതിയ സിനിമകൾ. അപ്പം പല യൂട്യൂബേഴ്സും റിവ്യൂ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ റിവ്യൂ കേട്ട് പോകുന്നോ നല്ലത്, അതോ നമ്മുടെ സുഹൃത്തുക്കൾ പോയി കാണൂലേ, ഏതെങ്കിലുമൊക്കെ പടങ്ങൾ പോയി കാണൂലേ പുതിയ ഇറങ്ങുമ്പോ? അപ്പൊ അവരോട് ചോദിച്ചായിരുന്നല്ലേ ഏറ്റവും നല്ലത്? തീർച്ചയായിട്ടും നമ്മുടെ ചങ്കള് സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട്, കാരണം അവര് തെറ്റ് ശരിയും കൃത്യമായിട്ട് പറഞ്ഞു തരും. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിവ്യൂ പറയുന്നവര് ഫാൻ ബേസ് പറയും. ഓരോരോ നടന്മാരെ പടം ഇറങ്ങി കഴിഞ്ഞാൽ അവരെ പടം അടിപൊളിയാണ്, ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് മാസാണ് എന്നൊക്കെ പറയും. നേരെ മറിച്ച് അവരെ ഇഷ്ടമില്ലാത്ത നടന്മാരെ പടം വന്നു കഴിഞ്ഞാൽ അവരെ പറ്റി നെഗറ്റീവാ പറയും. നല്ല പടമാണെങ്കിലും നെഗറ്റീവ് പറയും. അങ്ങനെ എത്ര പടങ്ങൾ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് നമ്മളെ ചങ്കുകള് എന്തായാലും സിനിമ കാണാത്ത ആൾക്കാരുണ്ടായില്ല, എന്തായാലും ചങ്കുകൾ സിനിമ കാണുമ്പോൾ സ്റ്റാറ്റസ് ഇടും. അപ്പൊ അവരോട് ചോദിക്കുക എങ്ങനെയുണ്ട് പടം, കൃത്യമായ അഭിപ്രായം ചോദിച്ചിട്ട് പോവാ. അല്ലെങ്കിൽ എല്ലാ സിനിമകളിലും കാണണം. നമ്മളിപ്പോ എല്ലാ സൂപ്പർ ഹിറ്റുകളും മാത്രം കാണാറില്ലല്ലോ അല്ലേ? അപ്പൊ എല്ലാ പടങ്ങളും കാണുക, പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ എന്താ, നമ്മള് റിവ്യൂ കണ്ടിട്ട് പോകാൻ നിൽക്കരുത്. അങ്ങനെയാകാതെ കുറെ പടങ്ങൾ ഫ്ലോപ്പായി പോകുന്നു. സിനിമ അത്രയും കഷ്ടപ്പാടാണ്. എത്ര കഷ്ടപ്പാടുണ്ട്, ഇഷ്ടപ്പെട്ടെടുക്കുന്നല്ലേ. അതൊരു ഷോർട്ട് ഫിലിം ആയാലും അതിന്റെ പിന്നിൽ എത്ര ദിവസം മാസങ്ങളോളം വർഷങ്ങളോളം മെനക്കെട്ടിട്ട് ഒരു മൂവി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഇത് വെറും റിവ്യൂ കണ്ടിട്ട് പൊട്ടത്തരം കേട്ടിട്ട് ഇങ്ങനെ സിനിമക്ക് പോകാതെ നിൽക്കരുത്. ദയവ് ചെയ്ത് എല്ലാവരും നല്ല സിനിമയ്ക്ക് പോവുക, നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ.